മൈ ഡിയേഴ്സ്, ഹൗ ആർ യു? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ 8th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് പാർട്ട്. ഏതാ സെക്കൻഡ് പാർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗെറ്റ് ടുഗദർ ഈ സോങ് പുറത്തിറക്കിയിട്ടുള്ളത് ദ യങ് ബ്ലഡ്സ് എന്ന് പറഞ്ഞ അമേരിക്കൻ റോക്ക് ബാൻഡാണ് ഈ ഒരു സോങ് പുറത്തിറക്കിയിട്ടുള്ളത്. സോ ലെറ്റ്സ് സീ ദ യങ് ബ്ലഡ്സ് അല്ലേ, അവരാണ് ഈ ഒരു സോങ് പുറത്തിറക്കിയിട്ടുള്ളത്. ഗെറ്റ് ടുഗദർ. 1 minute. Love is but a song we sing, fears the way we die. You can make the mountains ring or make the angels cry. Though the bird is on the wing and you may not know why. എന്താ പറയുന്നത്? ലവ് ഗിവ്സ് ലൈഫ് മീനിങ് ആൻഡ് ഹാർമണി ലൈക്ക് എ സോങ് അല്ലേ. എന്താണ്, ഒരു സോങ്ങിനെ പോലെയാണ് നമ്മുടെ ലൈഫിലേക്ക് സ്നേഹം. ലവ് വന്നാൽ എങ്ങനെയാണല്ലേ, ജീവിതത്തിൽ സ്നേഹം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഭയങ്കര മീനിങ് ആയിരിക്കും. സ്നേഹമില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് എന്താണ്, മീനിങ് ആയിരിക്കും അല്ലേ. അപ്പോൾ ലൈഫ് ഒരു മീനിങ് ആവണമെങ്കിൽ എന്ത് വേണം എന്നാണ് പറയുന്നത്, ആ ജീവിതത്തിൽ ലവ് വേണം. എന്തിനെ പോലെ? അപ്പോഴാണ് ഒരു സോങ്ങിനെ പോലെ ഭയങ്കര അർത്ഥവത്തായ ഒരു ജീവിതമാണ് നമ്മുടേത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ഫിയേഴ്സ് ദ വേ വി ഡൈ. എന്താ പറയുന്നത്? ബട്ട് ഫിയർ ഡിസ്ട്രോയ്സ് ലൈഫ്, ഇറ്റ് ഈസ് ദ കോസ് ഓഫ് ഹേട്രഡ്, ഡിവിഷൻ ആൻഡ് സഫറിങ്. എന്താ പറയുന്നത്? പക്ഷേ ഈ നമ്മുടെ ലൈഫിലേക്ക് ലവിന് പകരം നമ്മളൊരു ഫിയർ, ഭയമാണ്, അല്ലെങ്കിൽ ലോൺലിനെസ്, ഒറ്റപ്പെടലാണ്, അല്ലെങ്കിൽ സാഡ്നെസ് ഒക്കെയാണ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ലൈഫ് മീനിങ് ആവുന്നതിന് പകരം എന്തായി മാറും? ആകെ ഡിസ്ട്രോയ്സ് ആയി മാറില്ല, ആകെ പൊട്ടിത്തരിപ്പണമായി മാറും. ഇങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഫിയർ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ലോൺലിനെസ് ആയി മാറുന്നത്, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു കോസ് എന്താണ്? കോസ് ഓഫ് ഹേട്രഡ്, ഡിവിഷൻ ആൻഡ് സഫറിങ് അല്ലേ. നമ്മൾ വെറുപ്പ് വിചാരിക്കുക, മറ്റുള്ളവരോട് വെറുപ്പ് വിചാരിക്കുക, മറ്റുള്ളവരോട് വിവേചനം കാണിക്കുക അല്ലേ. പല രീതിയിലും നമ്മൾ വിവേചനം കാണിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ എന്താ, മറ്റുള്ളവരോട് വെറുപ്പൊക്കെ വിചാരിക്കുന്നതിലൂടെ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അത് അവസാനം നമ്മളുടെ ലൈഫിൽ എന്താണ്, ഹാപ്പിനെസ്സിന് പകരം സാഡ്നെസ് ആണ് കൊണ്ടുവരിക. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മൈൻഡിൻ്റെ നമ്മളുടെ മനസ്സ് മരവിച്ച പോലെയാകും അല്ലേ. അപ്പോൾ എപ്പോഴും ലൈഫ് എപ്പോഴും എന്താ, ഹാപ്പിനെസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരോട് വെറുപ്പൊന്നും വിചാരിക്കാതെ സ്നേഹം മാത്രം എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. യെസ്, യു ക്യാൻ മേക്ക് ദ മൗണ്ടെയിൻസ് റിങ് ഓർ മേക്ക് ദ ഏഞ്ചൽസ് ക്രൈ അല്ലേ. നമുക്ക് രണ്ടിനും നമുക്ക് സാധിക്കും. നമ്മുടെ ലൈഫ് ഹാപ്പി ആക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മുടെ ലൈഫിനെ സാഡ്നെസ് ആക്കാനും. ഇത് രണ്ടും നമ്മുടെ ചോയ്സാണ് അല്ലേ. നമ്മൾ ഓരോരുത്തരാണ് നമ്മളുടെ ലൈഫ് എത്രത്തോളം സൂപ്പറാക്കുന്നതും എത്രത്തോളം ലോ ആക്കുന്നതൊക്കെ അതൊക്കെ നമ്മളുടെ കയ്യിലിരിക്കുന്നത്, നമ്മളുടെ ആക്ഷൻ പോലെ ഇരിക്കും അല്ലേ. ഇവിടെ മൗണ്ടെയിൻസ് റിങ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മൗണ്ടെയിൻസ് നമുക്ക് എന്താണ്, മൗണ്ടെയിൻസ് റിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ബ്യൂട്ടി ആൻഡ് ജോയ് ഓഫ് അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിൽ സന്തോഷവും നമ്മളുടെ ജീവിതത്തെ മനോഹരമാക്കാനും നമുക്ക് കഴിയും. അതർവൈസ് അതല്ലെങ്കിൽ നമുക്ക് വേറെ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് പറ്റും. എങ്ങനെയാണ്? മേക്ക് ദി ഏഞ്ചൽസ് ക്രൈ. ഇവിടെ ഏഞ്ചൽസ് ക്രൈ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സാഡ്നെസ് ആൻഡ് പെയിൻ, ജീവിതം ദുഃഖത്തിലാക്കാനും നമ്മളെ കൊണ്ട് കഴിയും. അത് നമ്മളുടെ ആക്ഷൻ പോലെ ഇരിക്കും അല്ലേ, നമ്മുടെ പ്രവൃത്തി പോലെ ഇരിക്കും. ഓക്കെ. യെസ്. ദെൻ though the bird is on the wing and you may not know why. എന്താ പറയുന്നത്? നമ്മളിങ്ങനെയാണ് ഫ്രീ ബേർഡിനെ പോലെ സ്കൈയിൽ, ആകാശത്തിങ്ങനെ സ്വതന്ത്രമായി പറക്കുന്ന പക്ഷിയെപ്പോലെ നമ്മൾ ഒരു ഒഴുക്കിൽ, ഒരു ഫ്ലോയിൽ ഇങ്ങനെ ജീവിച്ചു പോയോണ്ടിരിക്കുകയാണല്ലേ. നമുക്കറിയുന്നില്ല ഭാവിയിൽ, ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ വരാൻ പോകുന്നു. സ്ട്രഗിളിങ്സ് ആണോ, ഹാപ്പിനെസ് ആണോ, എന്താണ് വരാൻ പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല അല്ലേ. അതൊരു മിസ്റ്റീരിയസ് ആയിട്ട് നമുക്ക് ഒരു നിഗൂഢമായിട്ട് അതങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്കറിയുന്നില്ല, നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല ഭാവിയിൽ ഇനി എന്തൊക്കെ വരുമെന്നുള്ളത്. അങ്ങനെ എന്ത് വരുമെന്നോ എന്തൊക്കെ വരാതിരിക്കുമെന്നോ ഒന്നും യാതൊരുവിധ പ്രഡിക്ഷനും ഇല്ലാണ്ട് നമ്മളിങ്ങനെ ആ ഒരു ഒഴുക്കിൽ അല്ലേ, വരുന്നോടത്ത് വെച്ച് കാണാമെന്നുള്ള ആ ഒരു ഒഴുക്കിൽ അങ്ങനെ ജീവിച്ച് പോയോണ്ടിരിക്കുകയാണ് നമ്മൾ. ഓക്കെ. അപ്പോൾ എന്താ പറയുന്നത്, ഫസ്റ്റ് ആൻസറിൽ നമ്മളുടെ ലൈഫ് മീനിങ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരോടും സ്നേഹത്തിൽ അല്ലേ, സ്നേഹം, ലവ് ഷെയർ ചെയ്ത് ജീവിക്കുക, എല്ലാവരുമായിട്ട് ഒരുമയോടുകൂടി ജീവിക്കുക. ഒറ്റപ്പെട്ട് ലോൺലിനെസ് ആയി ഇരുന്നാൽ നമ്മളെന്താണ്, നമുക്ക് ഹാപ്പിനെസ് കിട്ടില്ല, നമുക്ക് ഇതിന് പകരം സാഡ്നെസ് ആണ് കിട്ടുക. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ടുഗദർ ആയിട്ടിരിക്കണം അല്ലേ. യെസ്, അതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. സോ ലെറ്റ്സ് സീ നെക്സ്റ്റ് സ്റ്റാൻസ. കം ഓൺ പീപ്പിൾ നൗ, സ്മൈൽ ഓൺ യുവർ ബ്രദർ
എവറിബഡി ഗെറ്റ് ടുഗദർ ട്രൈ ടു ലവ് വൺ അനദർ റൈറ്റ് നൗ. യെസ്, അപ്പോൾ എന്താണ് ഇവിടെ സിംഗേഴ്സ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. എവിടേക്കാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്? ദിസ് ഇസ് എ കോൾ ഫോർ യൂണിറ്റി ആൻഡ് ലവ് അല്ലേ. ഇവിടെ കമോൺ പീപ്പിൾ നൗ, ഇപ്പം തന്നെ വരൂ, എല്ലാവരും വരൂ. എന്തിനാണ് വരുന്നത്? ലവ് ഷെയർ ചെയ്യുക, യൂണിറ്റി അല്ലേ, ഒരുമയോടെ സ്നേഹം പങ്കുവെച്ച് ജീവിക്കൂ. ഇപ്പം തന്നെ, നാളത്തേക്ക് മാറ്റി വെക്കല്ലേ, നമുക്കതിനുള്ള ടൈമില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ലവ് ഷെയർ ചെയ്യുക, എല്ലാവരും യൂണിറ്റിയോട് കൂടിയിട്ട് ഐക്യത്തോടു കൂടി ജീവിക്കൂ. അതെപ്പോൾ വേണം? ഇപ്പം തന്നെ വേണം. ദ സിംഗർ urges everyone to come together, show kindness, smile on your brother and start loving each other immediately, not later but right now അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? സ്മൈൽ ഓൺ യുവർ ബ്രദർ അല്ലേ. നിങ്ങൾ എന്താണ് എല്ലാവരോടും സ്നേഹം പങ്കുവെക്കൂ, ഒരുമയോടെ ജീവിക്കൂ. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ബ്രദറിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കൂ അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ബ്രദറിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുക. ആ ഒരു ലൈനോട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്മൈൽ ഓൺ യുവർ ബ്രദർ എന്ന് പറയുമ്പോൾ എന്താണ് അത് നമുക്ക് കാണിച്ചു തരുന്നത്? കൈൻഡ്നെസ് ആണ്. മറ്റുള്ളവരോട് കരുണയുള്ളവരാകൂ എന്നുള്ളതാണല്ലേ. അത് നമ്മുടെ വീട്ടുകാരോട് കരുണ കാണിക്കണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? സൊസൈറ്റിയിലുള്ള നമ്മുടെ സറൗണ്ടിങ്സിലുള്ള നമ്മുടെ സഹജീവികളോട് നമ്മൾ കരുണ കാണിക്കുക അല്ലേ. അപ്പോൾ സഹജീവികളോട് കരുണ കാണിക്കൂ എന്നുള്ളതാണ് ഈ ഒരു സ്മൈൽ ഓൺ യുവർ ബ്രദർ എന്ന ആ ഒരു ലൈനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. യെസ്, എവറിബഡി ഗെറ്റ് ടുഗദർ ട്രൈ ടു ലവ് വൺ അനദർ റൈറ്റ് നൗ അല്ലേ. എല്ലാവരും ഒരുമിക്കൂ. ഇങ്ങനെ ഒറ്റപ്പെട്ട് സ്വന്തം കാര്യം നോക്കി നടക്കല്ലേ അല്ലേ. എല്ലാവരും എന്ത് ചെയ്യുക? ഒരുമിച്ച് ഒരുമയോടെ സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കൂ. റൈറ്റ് നൗ, ഇപ്പം തന്നെ വേണം അല്ലേ. പിന്നീട് മാറ്റി വെക്കല്ലേ. കാര്യം എന്താ? നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഷോർട്ടാണ്, ഷോർട്ട് പീരീഡാണ്. അപ്പോൾ ആ ഷോർട്ട് പീരീഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഉള്ള കാലം സന്തോഷത്തോടെ ജീവിക്കൂ എന്നാണ് ആര് പറയണത്? നമ്മുടെ ലിറിസിസ്റ്റ് പറയുന്നത്. സോ നെക്സ്റ്റ് സ്റ്റാൻസ. Some may come and some may go, we will surely pass, when the one that left us here returns for us at last. We are but a moment's sunlight fading in the grass. യെസ്, എന്താ പറയുന്നത്? പീപ്പിൾ കം ആൻഡ് ഗോ ഇൻ ലൈഫ്, എവറി വൺസ് ലൈഫ് ഈസ് ടെമ്പററി അല്ലേ. മനുഷ്യന്മാർ ഭൂമിയിലേക്ക് വരുന്നു, കുറേ പേര് വരുന്നുണ്ടെങ്കിൽ കുറേ പേര് പോകുന്നു. എന്താ പറയുന്നത്? കുറേ ആൾക്കാർ ജനിച്ച് വരുന്നുണ്ട് അല്ലേ. ജനിച്ചാൽ മരണം ഉറപ്പാണ്. അപ്പോൾ കുറേ പേര് ജനിച്ച് വരുന്നു, കുറേ പേര് മരിച്ചു പോകുന്നു അല്ലേ. അപ്പോൾ എന്താണ്? ആർക്കും ഇവിടെ ഭൂമിയിൽ എന്താണ് ആരും സ്ഥിരതാമസക്കാരല്ല അല്ലേ. എല്ലാവരും താൽക്കാലികമാണ്, ടെമ്പററിയാണ്. ദിസ് ഷുഡ് മീൻ ഗോഡ്, ദിസ് കുഡ് മീൻ ഗോഡ്, ദ ക്രിയേറ്റർ ഓർ എ സ്പിരിച്വൽ ബീയിങ് ഹു വിൽ കോൾ us back after our time on earth. Life is short and fragile, like sunlight that briefly shines on the grass, and it reminds us to make the most ഓഫ് അവർ ടൈം ബൈ സ്പ്രെഡിങ് ലവ് അല്ലേ. അപ്പോൾ എന്താണ്? ഒരുപാട് ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ജനിച്ച് വരുന്നുണ്ട് അല്ലേ. ലോകം എന്ന് പറയുന്നത്, ഭൂമി എന്ന് പറയുന്നത് ആർക്കും സ്ഥിരമല്ല. ദൈവം നമ്മളെ ഭൂമിയിലേക്ക് ഇറക്കും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കൊരു ഭൂമിയിലൊരു ടൈം കണക്കാക്കിയിട്ടുണ്ട്. ആ ടൈം കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് വിളിക്കുന്നുണ്ട് അല്ലേ. യെസ്, അപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയും ഷോർട്ട് പീരീഡാണ് അല്ലേ. ആ ഷോർട്ട് പീരീഡിൻ്റെ ഉള്ളിൽ എല്ലാവരുമായിട്ടും എന്ത് ചെയ്യുക? സ്നേഹത്തോടെ ലവ് ചെയ്ത്, എല്ലാവർക്കും ലവ് ഷെയർ ചെയ്ത് ഒരുമയോടുകൂടി ടുഗദറായിട്ട് ജീവിക്കുക. ലൈഫ് എന്ന് പറയുന്നത് അത്രയും ഒരു ഷോർട്ട് പീരീഡേ ഉള്ളൂ നമുക്ക് അല്ലേ. യെസ്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാവരുമായിട്ടും സ്നേഹിച്ച് സഹകരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. യെസ്, നമ്മുടെ ഒരു സൺലൈറ്റ് പുൽനാമ്പിൽ വന്നിട്ട് എന്താണ് പതിക്കുന്ന അത്രയേ ഉള്ളൂ നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അത്രയും ഷോർട്ടാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഈ പോയത്തിലൂടെ, ഈ സോങ്ങിലൂടെ നമ്മൾ എന്താണ് റിമൈൻഡ് ചെയ്യുന്നത്? ഇറ്റ് റിമൈൻഡ്സ് അസ് ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് അവർ ടൈം ബൈ സ്പ്രെഡിങ് ലവ്. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാവരോടും സ്നേഹം സ്പ്രെഡ് ചെയ്ത്, ലവ് ഷെയർ ചെയ്ത് ജീവിക്കുക. ആരോടും വെറുപ്പും വിദ്വേഷവും വിചാരിക്കാണ്ട് സ്നേഹം മാത്രം വിചാരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണല്ലേ ഈ സോങ്ങിലൂടെ നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസയിലും വീണ്ടും എന്താണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു സെക്കൻഡ് സ്റ്റാൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സ്റ്റാൻസ ഉള്ളപ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു പോയറ്റിക് ഡിവൈസ് വന്നിട്ടുണ്ട്. ഏതാണ്? റെഫ്രെയിൻ എന്ന ഒരു പോയറ്റിക് ഡിവൈസ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് പറയും? റെഫ്രെയിൻ ആണ് അവിടെ വന്നിട്ടുള്ളത് നമുക്ക് പറയാം അല്ലേ. യെസ്, അപ്പോൾ കമോൺ പീപ്പിൾ നൗ സ്മൈൽ ഓൺ യുവർ ബ്രദർ, എവറിബഡി ഗെറ്റ് ടുഗദർ ട്രൈ ടു ലവ് വൺ അനദർ റൈറ്റ് നൗ. നമ്മൾ മുന്നേ ഈ ഒരു സ്റ്റാൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ. എല്ലാവരും പെട്ടെന്ന് വരൂ, എല്ലാവരും ഒരുമയോടെ സ്നേഹത്തോടെ ജീവിക്കൂ അല്ലേ. എല്ലാവരോടും കരുണയുള്ളവരാകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും ഈ ഒരു റിപ്പീറ്റേഷൻ, ആ ഫസ്റ്റ് സ്റ്റാൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു റിപ്പീറ്റേഷനോട് ഉദ്ദേശിക്കുന്നത്? ദ റിപ്പീറ്റേഷൻ എംഫസൈസ് ദ
ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് യൂണിറ്റി ആൻഡ് ലവ്. അപ്പോൾ നമ്മുടെ ലിറിസിസ്റ്റ് എന്താണ്, എല്ലാവരെയും പ്രേരിപ്പിക്കുകയാണ് അല്ലേ, ആ ഒരു ഇമ്പോർട്ടൻസ്, യൂണിറ്റിൻ്റെയും ലവിൻ്റെയും ഇമ്പോർട്ടൻസ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഈ സ്റ്റാൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസ് റെഫ്രെയിൻ ആണ് കേട്ടോ. ഓക്കെ, the next stanza, if you hear the song I sing you will understand, listen, you hold the key to love and fear, all in your trembling hand, just one key unlocks the both, it's here at your command. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, സിംഗർ അല്ലേ, ദ സിംഗർ ഇൻവൈറ്റ്സ് അസ് ടു ട്രൂലി ലിസൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ് ഓഫ് ലവ് ആൻഡ് പീസ്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആ ഒരു സന്ദേശം അല്ലേ, ആ ഒരു മെസ്സേജ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് വീണ്ടും എന്ത് ചെയ്യാണ്, സിംഗർ റീഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാണ്, ശ്രദ്ധ തിരിക്കുകയാണ് അവരിലേക്ക്. യെസ്, ദെൻ ഈച്ച് പേഴ്സൺ ഹാസ് ദ പവർ ടു ചൂസ് ബിറ്റ്വീൻ ലവ് ആൻഡ് ഫിയർ. അവർ ഇമോഷൻസ് ആൻഡ് ആക്ഷൻസ് ഡിസൈഡ് which one rules our life. The same heart can open to either love or fear. It depends on our choice. We have control over which path to take. എന്താ പറയുന്നത്, നമ്മളുടെ ലൈഫ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരാനും അതുപോലെ സാഡ്നെസ് കൊണ്ടുവരാനും നമുക്കേ കഴിയുള്ളൂ. അതിൻ്റെ കീ, അതിൻ്റെ താക്കോൽ ആരുടെ കൈകളിലാണ്, നമ്മളുടെ കൈകളിലാണ് ഉള്ളത് അല്ലേ. യെസ്, അപ്പോൾ നമ്മളുടെ കൈകളിൽ, എങ്ങനത്തെ കൈകളിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഓൾ ഇൻ യുവർ ട്രെംബ്ലിങ് ഹാൻഡ്, നമ്മളുടെ വിറക്കുന്ന കൈകളിലാണ് ആ ഒരു താക്കോലുള്ളത് അല്ലേ. അങ്ങനെ പറയുന്നത് എന്താണ്, അത് വലിയൊരു തീരുമാനമാണ്. നമ്മുടെ ലൈഫ് സന്തോഷമാക്കണോ സാഡ്നെസ് ആക്കണോ എന്നുള്ളത് അതൊരു വലിയൊരു എന്താ പറയുന്നത്, ഭയങ്കര ശ്രദ്ധിച്ച് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ലിറിസിസ്റ്റ് എന്ന് പറയുന്നത് ട്രെംബ്ലിങ് ഹാൻഡ്, വിറക്കുന്ന കൈകളിൽ, നമ്മളുടെ ഓരോരുത്തരുടെയും വിറക്കുന്ന കൈകളിലാണ് എന്തിൻ്റെ, നമ്മളുടെ സാഡ്നെസ്, നമ്മുടെ ലൈഫ് സാഡ്നെസ്സിലേക്ക് പോകണോ ഹാപ്പിനെസ്സിലേക്ക് പോകണോ എന്ന് തീരുമാനിക്കുന്ന കീ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കീ ഓപ്പൺ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് സാഡ്നെസ്സിലേക്ക് പോകാം, അല്ലെങ്കിൽ ഹാപ്പിനെസ്സിലേക്ക് പോകാം. അത് നമ്മൾ എടുക്കുന്ന തീരുമാനം പോലെ ഇരിക്കും, നമ്മളെടുക്കുന്ന ആക്ഷൻ പോലെ ഇരിക്കും. നമ്മളുടെ ഓരോരോ ആക്ഷനും നമ്മളുടെ ഓരോരോ റിയാക്ഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മളുടെ ലൈഫിലെ സാഡ്നെസ്സും ഹാപ്പിനെസ്സും അല്ലേ. എല്ലാവരോടും വെറുപ്പും വിദ്വേഷവും വെച്ചിരുന്ന് നമ്മളുടെ ലൈഫ് ഹാപ്പി ആവില്ല അല്ലേ. ഒരു നിമിഷത്തേക്ക് ഒരു പക്ഷേ ഹാപ്പി ആയിരിക്കാം, പക്ഷേ നമ്മൾക്ക് ഒരിക്കലും കാലാകാലം അവിടെ എന്ത് നടക്കില്ല, ഹാപ്പിനെസ് കിട്ടില്ല. പക്ഷേ എല്ലാവരോടും ഫൊഗീവ് ചെയ്ത് എല്ലാവരെയും സ്നേഹിച്ച് ഒരുമയോടെ ഐക്യത്തോടെ ജീവിക്കുമ്പോൾ എന്താണ്, അവിടെ ഇന്നും ഹാപ്പിനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. യെസ്, ദെൻ നെക്സ്റ്റ് സ്റ്റാൻസ, ഐ സെഡ് കം ഓൺ പീപ്പിൾ നൗ, സ്മൈൽ ഓൺ യുവർ ബ്രദർ, എവറിബഡി ഗെറ്റ് ടുഗദർ, ട്രൈ ടു ലവ് വൺ അനദർ റൈറ്റ് നൗ, റൈറ്റ് നൗ, റൈറ്റ് നൗ, റൈറ്റ് നൗ. ഇത് വീണ്ടും ആ സ്റ്റാൻസ് നേരത്തെ പറഞ്ഞ റെഫ്രെയിൻ എന്ന് പറഞ്ഞ ആ ഒരു റിപ്പീറ്റേഷനാണ് വന്നിട്ടുള്ളത് അല്ലേ. വേണ്ടും ആ ഒരു സ്റ്റാൻസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെയും റെഫ്രെയിൻ നമുക്ക് കാണാം. യെസ്, അപ്പോൾ എന്താണ്, നിങ്ങളെല്ലാവരും ഒരുമയോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ടുഗദറായിട്ട് ജീവിക്കുക, ലവ് ഷെയർ ചെയ്ത് ജീവിക്കുക, ആരോടും വെറുപ്പില്ലാണ്ട് ജീവിക്കുക. ഇപ്പം തന്നെ, പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കാനില്ല. റൈറ്റ് നൗ, റൈറ്റ് നൗ, റൈറ്റ് നൗ, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ. എന്താ വീണ്ടും പറയാനുള്ള കാരണം, നമുക്ക് സമയമില്ല. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരീഡാണ്. അപ്പോൾ ഉള്ള കാലം എല്ലാവരുമായിട്ട് എന്ത് ചെയ്യുക, വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ലവ് ഷെയർ ചെയ്ത് ജീവിക്കുക അല്ലേ. ദി സോങ് എൻഡ്സ് വിത്ത് ആൻ ഇമോഷണൽ ആൻഡ് റിപ്പീറ്റഡ് അപ്പീൽ. ലെറ്റ്സ് നോട്ട് ഡിലേ, സ്പ്രെഡ് ലവ്, കൈൻഡ്നെസ് ആൻഡ് ടുഗദർനെസ് റൈറ്റ് നൗ. എല്ലാവരോടും സ്നേഹത്തോടെ സന്തോഷത്തോടെ കൈൻഡ്നെസ്സോടുകൂടി അല്ലേ, കരുണയോടുകൂടി ജീവിക്കുക, ഒരുമയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് ഈ ഒരു പോയത്തിലൂടെ, ഈ ഒരു സോങ്ങിലൂടെ നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ ഈ സോങ്ങിൻ്റെ കുറച്ച് സെൻട്രൽ തീം, ദിസ് സോങ്സ് സെൻട്രൽ ഐഡിയ ഈസ് ദ പവർ ഓഫ് ലവ് ആൻഡ് യൂണിറ്റി. ഇറ്റ് ടീച്ചേഴ്സ് ദാറ്റ്. ഈ സോങ്ങിൽ നമ്മളെ പഠിപ്പിച്ചത് എന്താണ്, ലവിൻ്റെയും യൂണിറ്റിയുടെയും അല്ലെ, സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ഒരു ശക്തി, പവറാണ് നമ്മൾ ഈ ഒരു സോങ്ങിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. ലവ് ബ്രിങ്സ് ഹാർമണി ആൻഡ് പീസ്. ലവ് എന്താണ്, നമുക്ക് സമാധാനം കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ. ഫിയർ ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ ആൻഡ് സോറോ. നമ്മുടെ ലൈഫിൽ പേടി, ഒറ്റപ്പെടൽ ഒക്കെ എന്താണ്, നിരാശ, ഇതൊക്കെ എന്താണ്, നമ്മളുടെ ലൈഫിനെ നശിപ്പിക്കുകയാണ് ചെയ്യുള്ളൂ. ലൈഫ് ഈസ് ഷോർട്ട്, സോ വി ഷുഡ് ചൂസ് ലവ് ആൻഡ് ലൈവ് ഇൻ ഹാർമണി വിത്ത് അതേഴ്സ് അല്ലേ. ജീവിതം എന്ന് പറയുന്നത് എന്താണ്, വളരെ ഷോർട്ട് പീരീഡാണ്. അപ്പോൾ ആ ഒരു ലൈഫിൻ്റെ ഉള്ളിൽ, ആ ഒരു ചെറിയൊരു ഷോർട്ട് പീരീഡിനുള്ളിൽ എല്ലാവരോടും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരുമയോടെ ജീവിക്കുക. ടുഗദർനെസ് മേക്സ് ദ വേൾഡ് ബെറ്റർ.
ഒരുമയോടെ ജീവിച്ചാൽ എന്താണ്, നമുക്ക് ലോകത്തെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ ആക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സോങ്ങിലൂടെ നമുക്ക് മനസ്സിലായ മെസ്സേജസ്. ഇതിലുള്ള ഈ സോങ്ങിൻ്റെ അപ്രീസിയേഷനാണ്. മിസ് ഇത് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. എല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബൈ.